ബേസിൽ ജോസഫ് ഈ അടുത്തിടയ്ക്ക് ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ഹൃദയപൂർവ്വത്തിൽ. അപ്പോൾ ഓവർ തിങ്കിങ്ങിന് ഒരു സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. വളരെ രസകരമായിട്ട് തോന്നി. അത് പിന്നീട് പല ട്രോളുകളൊക്കെ ആയിട്ട് വന്ന ഒരു വീഡിയോ ആണ്. ഓവർ തിങ്കിങ്ങിന് ഏറ്റവും നല്ല സൊല്യൂഷൻ കുറച്ച് കൂടുതൽ ഓവർ തിങ്ക് ചെയ്യുക. അതായത് ഇപ്പോൾ അതിനകത്തെ സിനിമ നിങ്ങൾ കണ്ടായതുകൊണ്ട് ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. എങ്കിൽ പോലും അതിനകത്തെ ക്യാരക്ടർ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എയർ ഹോളിലേക്ക് വീഴുന്ന സമയത്ത്, ഫ്ലൈറ്റ് എയർ ഹോളിലൊക്കെ വീഴുന്ന സമയത്ത് ഉണ്ടാകുന്ന പേടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആൾ പറഞ്ഞു കൊടുക്കുന്ന സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റ് അത് താഴോട്ട് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ആ വീലൊക്കെ അകത്തോട്ട് കയറി ഇരുന്നിട്ട് ഇത് ഇടിച്ച് പൊളിച്ച് വീഴുന്ന. അപ്പോൾ ഇത് വളരെ രസകരമായിട്ട് നമുക്ക് തോന്നുന്നൊരു കാര്യമാണെങ്കിലും ഇത് തന്നെയാണോ അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇൻഫാക്റ്റ് ഓവർ തിങ്കിങ്ങിനുള്ള സൊല്യൂഷൻ ഒരിക്കലും കൂടുതൽ എക്സസ് ആയിട്ട് ഓവർ തിങ്ക് ചെയ്തുകൊണ്ട് അതിനൊരിക്കലും സൊല്യൂഷൻ ആവില്ല. ഇതിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ സൈക്കോളജിസ്റ്റിനെ സൈക്കോ ആയിക്കഴിഞ്ഞാലത്തെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത് അവിടെ. പക്ഷേ ഓവർ തിങ്കിങ് മാറ്റാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയാൻ നമ്മൾ സ്ട്രക്ചേർഡ് തിങ്കിങ്ങിലേക്ക് മാറുക എന്നുള്ളതാണ്. സ്ട്രക്ചേർഡ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പാറ്റേൺ നമ്മൾ ആദ്യം കോൺഷ്യസ് ആവണം. ബേസിക്കലി നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, നമ്മൾ കോൺഷ്യസ് അല്ല, നമ്മൾ എന്താണ് ചിന്തിക്കുന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അത്ര വലിയ ബോധമില്ല. അപ്പോൾ കോൺഷ്യസ് ഓഫ് യുവർ തോട്ട്സ് എന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ടൊരു കാര്യമാണ്. അപ്പം നമ്മൾ ആദ്യം അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ചും ബിസിനസ്സിലെ ആൻറ്റർപ്രന്യൂർഷിപ്പിലൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത്. കാരണം നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കാട് കയറി അങ്ങ് ചിന്തിക്കുമല്ലോ. ഇതിനൊരു ചെറിയ പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രശ്നം എവിടം വരെയൊക്കെ എത്താം, അത് എന്തിലേക്കൊക്കെ എത്താം, എത്ര വലിയ ലയബിലിറ്റിയിലേക്ക് തന്നെ എത്തിക്കും, ബിസിനസ് പൊളിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, ഇങ്ങനെ അങ്ങ് പോവുകയാണ്. നമ്മളൊരു ട്രാക്ക് ഓപ്പൺ ആക്കി ഇടുന്ന പോലെയാണ്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചുകൂടി കോൺഷ്യസ് ആവേണ്ടത് എന്താണ്, ഞാൻ എന്താണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കോൺഷ്യസ് ആവാൻ സാധിക്കണം. കാരണം ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, നമ്മുടെ ചിന്തകളാണ് റിയാലിറ്റിയെ ഉണ്ടാക്കുന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക. ചിന്തകൾ വാക്കുകളും പ്രവൃത്തികളാവുന്നു, വാക്കുകളും പ്രവൃത്തികളും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഹാബിറ്റ് ആവും, അത് ബിഹേവിയർ ആവും. ആ ബിഹേവിയർ നമ്മൾക്ക് നമ്മളുടെ ചുറ്റും നമുക്ക് പറ്റുന്ന എക്സ്പീരിയൻസുകൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ എക്സ്പീരിയൻസുകളുടെയും ട്രാക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിന്തകളിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് ചിന്തകളെ നമുക്ക് കോൺഷ്യസ് ആവാൻ, കൺട്രോൾ ചെയ്യാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. ഒറ്റയടിക്ക് പോയിട്ട് നാളെ മുതൽ എൻ്റെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. കാരണം എൻ്റെ ഇപ്പോഴത്തെ ചിന്തകളെന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളും ഞാൻ കടന്നു പോയിട്ടുള്ള പല എക്സ്പീരിയൻസുകളും കേട്ടിട്ടുള്ള അഡ്വൈസുകളും ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നുണ്ടല്ലോ. ഈ സ്റ്റോർ ചെയ്ത ഈ ഡേറ്റയാണ് ഇപ്പോൾ ചിന്തകളായിട്ട് പുറത്തു വരുന്നത്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു സാഹചര്യം എൻ്റെ മുമ്പിൽ വരുമ്പോൾ ഇപ്പോൾ ഞാൻ അതിൽ ഉണ്ടാവുന്ന ചിന്ത എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടാവുന്ന ചിന്തയല്ല, അത് ബേസിക്കലി സ്റ്റോർ ഡേറ്റയിൽ നിന്ന് വരുന്നതാണ്. അപ്പം അതുകൊണ്ട് നാളെ മുതൽ പുതിയൊരു ചിന്ത ഉണ്ടാക്കിക്കളയാമെന്ന് വിചാരിക്കരുത്, ചിന്തകളെ കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിക്കരുത്. കോൺഷ്യസ് ആവാൻ സാധിക്കും. ഞാൻ എന്താണ് ചിന്തിക്കുന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കോൺഷ്യസ് ആവാൻ സാധിക്കും. അത് നമ്മൾ പ്രാക്ടീസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ എങ്ങനെയാണിത് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ചിന്ത വരുന്ന സമയത്ത് ഒരു പോസ് ബട്ടൺ ഉണ്ടെന്നിരിക്കട്ടെ, ഇവിടെ ഒരു പോസ് ബട്ടൺ ഉണ്ടെങ്കിൽ ഒന്ന് പോസ് അമർത്തുക. ഒന്ന് അമർത്തിയിട്ട് എന്താണ് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്ക് പോകും. അടുത്ത ചോദ്യം നമ്മൾ സ്വയം ചോദിക്കേണ്ടത്, ഇത് തന്നെയാണോ എനിക്ക് വേണ്ടത്? അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇതല്ല വേണ്ടത്, എന്താണ് എനിക്ക് വേണ്ടത്? എനിക്ക് വേണ്ടത് ആക്ച്വലി എൻ്റെ ബിസിനസ് വളരെ വലിയ രീതിയിലേക്ക് ഉയരുക, പ്രോഫിറ്റബിൾ ആകുക എന്നുള്ളതാണ്. അതിനെന്ത് ചിന്തകളാണ് എനിക്ക് ആവശ്യമുള്ളത്, അതൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഇത് കാണുമ്പോൾ ഒരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നും, പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് പ്രാക്ടീസിലൂടെ നമുക്കിതിൽ എക്സ്പേർട്ട് ആവാൻ സാധിക്കുന്നതാണ്. ഓവർ തിങ്കിങ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രം പല ബിസിനസ്സുകളും തകരുന്നതും പല ആൻറ്റർപ്രന്യൂഴ്സിൻ്റെയും ജീവിതം വലിയ ബുദ്ധിമുട്ടിലാവുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം ഓവർ തിങ്കിങ് എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്ന പോലുമില്ല. അവർ കോൺസിക്വൻഷ്യലായിട്ട് ഒരു ചിന്ത, അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ രൂക്ഷമായ ചിന്തകൾ, അതിൻ്റെ കോൺസിക്വൻസുകൾ, ഇങ്ങനെ ചിന്തിച്ച് പോകുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അവരെന്താണ് ചിന്തിക്കുന്നുള്ളതിനെക്കുറിച്ച് അവർ കോൺഷ്യസേ അല്ല എന്നുള്ളതാണ്. എല്ലാ ദിവസവും 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടിയെ 4 മണിയായിട്ട് കാണാനില്ല. 5 മണിയായി, 5:30 അമ്മയുടെ മനസ്സിൽ വല്ലാത്ത ഒരു ജിജ്ഞാസയും ആകാംക്ഷയും വറിയും എല്ലാം കൂടെ കയറി. വറി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വറി എന്ന് പറഞ്ഞാൽ പ്രെയർ ഫോർ വാട്ട് യു ഡോണ്ട് വാണ്ട്. എന്താണോ വേണ്ടാത്ത അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഓവർ തിങ്കിങ് തന്നെയാണ് പറയുക. ഇത് ചിന്തിച്ച് കൂട്ടുകയാണ് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത്. ആ കുട്ടി ഇപ്പോൾ എവിടെ പോയിട്ടുണ്ടാവും, എന്തായിരിക്കും കുട്ടി, ഇപ്പോഴത്തെ കാലമാണ്, ഒന്നും അറിയത്തില്ല. ഇന്ന് രാവിലെയും കൂടെ പത്രത്തിൽ കണ്ട വാർത്തകൾ ഓർമ്മ വരുന്നുണ്ടാവും, പല കഥകൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാവും, പല സിറ്റുവേഷൻസ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാവും. അൾട്ടിമേറ്റ്ലി ഇത് വേറൊരു വലിയ തലത്തിൽ തന്നെ എത്തിയിട്ടുണ്ടാവും. ആ സമയത്തായിരിക്കും നിങ്ങൾക്കൊരു ഫോൺ കോൾ വരുന്നത്, നിങ്ങളുടെ ഒരു സുഹൃത്താണ് വിളിക്കുന്നത്. അതെ, ഞാനതിൽ പോയിരുന്ന വഴിക്ക് മോളെ കൂട്ടുന്ന കൂട്ടത്തിൽ നിൻ്റെ മോളെയും കൂടെ ഞാൻ കൂട്ടിയാണ് പോകുന്നത്. ഞങ്ങളൊരു 15 മിനിറ്റ് ഐസ്ക്രീം ഒക്കെ കഴിക്കാനായിട്ട് കയറിയാണ്, 15 മിനിറ്റിലെത്തും. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ, നിങ്ങളൊരു ഒരു 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 ദീർഘനിശ്വാസം വിടുന്നുണ്ടാവും, ആശ്വാസമായി എന്ന് പറയുന്നുണ്ടാവും. ബേസിക്കായിട്ട് നോക്കിയാൽ ഇത് എവിടം വരെ ബിൽഡപ്പ് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കുക.
ഇനി രണ്ടാമത്തെ കാര്യം, ഇങ്ങനൊരു ബിൽഡപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഉണ്ട്. കാരണം ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, നിങ്ങളുടെ ബ്രെയിനിന് റിയാലിറ്റിയെ ഇമാജിനേഷൻ തിരിച്ചറിയാനുള്ള കഴിവില്ല. അങ്ങനെ വരുമ്പോൾ ഏറ്റവും രൂക്ഷമായൊരു പ്രശ്നമാണിത്. കാരണം നിങ്ങളിപ്പോൾ ബിൽഡ് ചെയ്തുണ്ടാക്കിയ ആ ഒരു ഇമാജിനറി വേൾഡ് ഉണ്ടല്ലോ, ആ ഓവർ തിങ്കിങ്ങിലൂടെ ബിൽഡ് ചെയ്ത ഇമാജിനറി വേൾഡ്, ഇത് നിങ്ങളുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്യുന്നത് റിയൽ ആയിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ച് തന്നെ നിങ്ങളുണ്ടാക്കിയ ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു പിക്ചർ നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതൊന്നല്ല, പലതവണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുട്ടിയെക്കുറിച്ച് മാത്രമല്ല, ഒരുപക്ഷെ ഭർത്താവിനെക്കുറിച്ചുണ്ടാവാം, പല ആൾക്കാരെക്കുറിച്ചും ഉണ്ടാവാം. ഇതേപോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു, നമ്മൾ ചിന്തിച്ച് കൂട്ടി ഓവർ തിങ്ക് ചെയ്ത് അത് ബിൽഡപ്പ് ചെയ്ത് നിങ്ങളുടെ ബ്രെയിനിന് പ്രത്യേകിച്ചും ഒരു ഇമോഷനും കൂടി അതിനോടൊപ്പം ഉണ്ടെങ്കിൽ, മീൻസ് നിങ്ങളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇമോഷൻ നമ്മൾ ഉണ്ടാവുമല്ലോ. നമ്മുടെ ഉള്ളിൽ ജിജ്ഞാസ ഉണ്ടാവും, നമ്മുടെ ഉള്ളിൽ വറി ഉണ്ടാവും. ഇതൊക്കെ ഇമോഷൻസാണ്. ഇമോഷനോട് കൂടിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നത് എക്സാക്റ്റ് ആയിട്ട് ആ ഇൻസിഡൻറ്റ് നടക്കുന്ന പോലെ തന്നെയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു മെമ്മറി കൂടി ഫോം ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ഇൻസിഡൻറ്റ്, നടക്കാത്ത ഒരു ഇൻസിഡൻറ്റ്, നടക്കുമ്പോൾ നിങ്ങൾ പേടിച്ച ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ബ്രെയിനിനെ സംബന്ധിച്ച് ഒരു റിയാലിറ്റി ആയിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇത് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ചിന്തകളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും.